നമ്മുടെ ശരീരവും അവയവങ്ങളും ഒക്കെ ഇത്രയും വലുതാണെങ്കിലും, നമ്മുടെ പ്രവൃത്തികൾ എത്ര വലുതാണെങ്കിലും, നമ്മുടെ ബുദ്ധികൾ എത്ര വികാസം പ്രാപിച്ചതാണെങ്കിലും, നമ്മുടെ ഈ കൊച്ചു നാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രത്തോളം തെറ്റുകൾ പുറത്തേക്ക് കടന്നു വരികയും അത് മനുഷ്യരിലേക്ക് മുറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ നമ്മുടെ നാവെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പാപത്തിൻ്റെ ആഴം, അത് നിയന്ത്രണമില്ലാത്ത നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായി ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കണമെന്ന് പറയുകയും, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം ഇടപെടണമെന്ന് പറയുകയും, നമ്മുടെ തകർച്ചകളിലും വീഴ്ചകളിലും ദൈവം ഇടപെടണമെന്ന് പറയുകയും, നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എത്രത്തോളം തീഷ്ണതയുള്ളതും അത് ദൈവത്തിന് എത്രത്തോളം സ്വീകാര്യമുള്ളതുമാണ് എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. നാവിന് നിയന്ത്രണം കൊടുക്കുന്നവൻ ഒരു പരിധി വരെ പൂർണ്ണ ശുദ്ധനായിരിക്കുമെന്നും ഈ വചനം പറയുന്നുണ്ട്. കാരണം അവൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ ഒരു പരിധി വരെ കഴിയും. കാരണം നാവിന് നിയന്ത്രണം കൊടുക്കണമെങ്കിൽ തീർച്ചയായും അവൻ ശാരീരികവും മാനസികവും ചിന്താപരവുമായ ബുദ്ധികളിൽ അവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നാവിന് നിയന്ത്രണം കൊടുക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വളരെ ദയനീയമായ അവസ്ഥയിലൊക്കെ വരുന്ന പല വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ ഉണ്ട്. കുടുംബങ്ങളുടെ തകർച്ച കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ അവർ നമ്മുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥന ചോദിക്കുമ്പോൾ അവരുടെ കുറവുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധീകരിച്ച് ഭംഗിയാക്കി അവരെ കുർബാനകളിലേക്കും കുംസാരങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായി വിശുദ്ധിയോടെ ഉപവാസം എടുത്ത് ഇന്ന പോലെയൊക്കെ ജീവിക്കണം, ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മളോട് വൈരാഗ്യമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, വാശിയുള്ളവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അവരുടെ വിശുദ്ധിക്ക്, കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക്, അവരുടെ കുറവുകൾക്ക് ഒക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭംഗിയാക്കി കൊടുക്കും. ചിലരൊക്കെ അതിൽ ഇപ്പോൾ ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 10ഓ 20ഓ പേര് ചിലപ്പോൾ അത് അനുസരിക്കുന്നവരും അനുസരിച്ച് കറക്റ്റായി പ്രാർത്ഥിക്കാൻ മെസ്സേജ് ഇടുന്നവരും അവരുടെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥന സ്വീകരിക്കുന്നവരും ആ കുറവുകൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നതിനായി പ്രാർത്ഥിപ്പിക്കുന്നവരും ഒക്കെ കാണാം. അതൊരു 20% ഉള്ളൂ. ആ 20% പേരിൽ പലരും ചിലപ്പോൾ വലിയ തകർന്നു കിടക്കുന്ന അവസ്ഥകളിൽ രക്ഷപ്പെട്ട് നല്ല രീതിയിലാകുന്നവരുണ്ട്. ഈ നല്ല രീതിയിലായി അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, ചില തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ഈ നമ്മൾ വീണോടത്തുനിന്ന് എണീറ്റ് നിന്ന് സ്വതന്ത്രനായി കഴിയുമ്പോൾ നമ്മൾ സ്വയമേ ഒരു അഹങ്കാരിയാകുന്നു. ആ അഹങ്കാരത്തിൽ നിന്ന് നമ്മുടെ നാവുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന തെറ്റുകളുടെ പരിണിത ഫലമാണ് നാവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ഈ അവജ്ഞകളും തള്ളപ്പെടലുകളും ഒക്കെ. അപ്പോൾ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്ത് പറ്റും? പിന്നെ അവരുടെ തെറ്റുകളെക്കുറിച്ച് പറയുന്നതോ കുറവുകളെക്കുറിച്ച് പറയുന്നതോ അവർക്ക് ഇഷ്ടമല്ല. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും മേടിച്ച് തകർച്ചയുടെ കാലഘട്ടത്തിൽ കണ്ണീരൊഴുക്കി തമ്പുരാൻ്റെ മുമ്പിൽ കിടന്ന് പട്ടിണിയും പഞ്ഞവും കിടന്ന് നേടിയിട്ട് നിസാര കാര്യങ്ങളിൽ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തി കൊടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അവരുടെ നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര വലുതാണെന്നറിയോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് പോലും എത്രയോ മോശമായ സംസാരങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ടെന്നറിയാമോ? ദൈവാനുഗ്രഹം കൊണ്ട് തല്ല് കിട്ടാത്തതാണ്. ഹല്ലേലൂയ. ഇനി തല്ല് കിട്ടിയാലും അതൊരു പുണ്യമായിട്ടേ കൂട്ടുന്നുള്ളൂ. കാരണം അതിന് നമ്മൾ എതിര് പറയുന്നില്ല. കാരണം ഇതാണ് മനുഷ്യൻ. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ നാവിൻ്റെ അവസ്ഥകളെയാണ് ദൈവം അവിടെ സൂചിപ്പിക്കുന്നത്.